ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ആസൂത്രിതമായി ഡോളർ ക്ഷാമം സൃഷ്ടിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിച്ചും ബാങ്കിംഗ് മേഖലയെ ഒറ്റപ്പെടുത്തിയുമാണ് അമേരിക്ക ഈ സാമ്പത്തിക യുദ്ധം നയിച്ചതെന്നും വെളിപ്പെടുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ലോകത്ത് കെട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണല്ലോ മധു. ഒരു കാലത്ത് ഈ CIA ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു എന്ന് ട്രഷറി സെക്രട്ടറി പ്രത്യക്ഷത്തിൽ പറയുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇറാനെതിരെ ആസൂത്രിതമായ ഒരു സാമ്പത്തിക യുദ്ധം അമേരിക്ക ഓപ്പറേറ്റ് ചെയ്തെന്ന് SKN സൂചിപ്പിച്ചതുപോലെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസമാണ് US കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി മുമ്പാകെ വെളിപ്പെടുത്തിയത്. അമേരിക്ക ബോധപൂർവം ഇറാനിൽ ഡോളർ ഷോർട്ടേജ് സൃഷ്ടിച്ചു, അതുപോലെ ഇറാനിലെ എണ്ണ വിതരണ ശൃംഖലയ്ക്ക് മേൽ ഉപരോധം കടുപ്പിച്ചും അതുപോലെ ബാങ്കിംഗ് മേഖലയെ ഒറ്റപ്പെടുത്തിയുമാണ് അമേരിക്ക ഈ ഡോളർ ഷോർട്ടേജ് ആസൂത്രണം ചെയ്തത്. അതുമാത്രമല്ല, ഈ ഡോളറിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഇറാന്റെ ഔദ്യോഗിക കറൻസിയായ റിയാൽ കുത്തനെ ഇടിയുകയും ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തുവെന്നും സ്കോട്ട് പറയുകയുണ്ടായി. ഇതോടെ ഇറാന്റെ വിദേശ നാണയ വിനിമയ വിപണി അപ്പാടെ തകർന്നും പോയി. ഈ നീക്കം കഴിഞ്ഞ ഡിസംബറിൽ ഇറാന്റെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നിന്റെ തകർച്ചയ്ക്കും കാരണമായി എന്നും പറയപ്പെടുന്നു. ഇറാന്റെ നിലവിലെ ഭരണാധികാരികൾ പണം വിദേശത്തേക്ക് കടത്തുകയാണെന്നും സ്കോട്ട് ഈ കമ്മിറ്റി മുമ്പാകെ പറയുന്നു. അദ്ദേഹം പറയുന്നത്, കപ്പൽ മുങ്ങുമ്പോൾ എലികൾ ഓടി രക്ഷപ്പെടുന്നത് പോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വം ഇറാന്റെ പുറത്തേക്ക് പണം വലിയ തോതിൽ വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തടയുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ ഇറാന്റെ എണ്ണ കയറ്റുമതിയൊക്കെ പൂജ്യത്തിലേക്ക് എത്തിക്കുവാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. സെക്കൻഡറി ഉപരോധങ്ങൾ, അതുപോലെ ഇറാനുമായിട്ട് ഡോളറിൽ വ്യാപാരം നടത്തുന്ന ലോകത്തിലെ പല സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലും ചില സ്ഥാപനങ്ങളെയും ഒക്കെ അമേരിക്ക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇറാന്റെ വിദേശത്തുള്ള റിസർവ് മണി അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുവാനും പുതിയ ഡോളറുകൾ ഇറാന്റെ ഈ ഇന്റേണൽ വിപണിയിലേക്ക് എത്തുന്നത് തടയുവാനും അമേരിക്കയ്ക്ക് സാധിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുവാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടെ USS എബ്രഹാം ലിങ്കൺ ഉണ്ട്. ഈ കപ്പലോടെ ചേരുന്നതോടുകൂടി അമേരിക്കയുടെ നാവിക സൈനിക കരുത്ത് ഇരട്ടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് മാധ്യമ പ്രവർത്തകരുമായിട്ട് ട്രംപ് ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്ന് 3 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ട്രംപുമായിട്ട് ഒരു ചർച്ച നടത്തി പോവുകയും ചെയ്തു. പക്ഷേ ഇത്രയും വലിയ ഒരു സൈനിക വിന്യാസവും ഇറാൻ വളരെയധികം ക്ഷയിച്ചു എന്ന് ഇസ്രായേൽ കരുതപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒറ്റയ്ക്കൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും അമേരിക്ക എല്ലാ വിദേശ സമീപനങ്ങളും ഈ ഒരു കച്ചവടത്തിൻ്റെ കണ്ണോടെ മാത്രം കാണുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഒരു വർത്തമാനകാല ദുരന്തം തന്നെയാണ് അത്. ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഒബാമയുള്ള സമയത്ത് ഇന്ത്യയിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധി സംഘം നമ്മുടെ ധനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് മടങ്ങിപ്പോയിട്ട് ഒബാമയോട് പറഞ്ഞു, ഇന്ത്യൻ ധനമന്ത്രി വളരെ ടഫാണ്, അവരെ ഡീൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, അപ്പോൾ നമ്മൾ ഇവരോട് കുറച്ചുകൂടി കച്ചയൊന്ന് മുറുക്കേണ്ടി വരും, ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളൊക്കെ ഒന്ന് മുറുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒബാമ പറഞ്ഞു, ഇന്ത്യ ഒരു ലോകത്തിലെ തന്നെ വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ്. ഇന്ത്യയോടുള്ള ബന്ധം നമ്മൾ കച്ചവടത്തിൻ്റെ കണ്ണിൽ മാത്രം കാണരുത്. ഒരുപാട് ബന്ധങ്ങൾ നന്നായി നമുക്ക് ആ രാജ്യവുമായി സൂക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് മാത്രം വെച്ച് ഇന്ത്യ വിലയിരുത്തേണ്ട, അത് വിട്ടേക്കൂ എന്ന് പറഞ്ഞ ഒബാമയുടെ മഹാമനസ്കത പിൽക്കാലത്ത് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് അമേരിക്കയിലെ ഒരു ഉദ്യോഗസ്ഥൻ, മലയാളി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ അടുത്തിടെ 24-ൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. ഞാനപ്പം ഒബാമയൊക്കെ എത്രയോ വലിയ മനുഷ്യനാണ് എന്ന് ആലോചിച്ചു പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.